ഓക്കെ. സ്റ്റീം പങ്ക്. സ്റ്റീം പങ്ക് എന്നത് ഹിസ്റ്റോറിക്കൽ സെറ്റിങ്ങിൽ ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജി മിക്സ് ചെയ്തുകൊണ്ട് വിക്ടോറിയൻ എറയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ജേണറേനാണ് നമ്മൾ ആക്ച്വലി സ്റ്റീം പങ്ക് എന്ന് പറയുന്നത്. ഡോണ്ട് വറി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഓക്കെ. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനലിൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പ്ലീസ് സബ്സ്ക്രൈബ്. ആക്ച്വലി ഞാൻ ഹിസ്റ്റോറിക്കൽ, സ്പെക്കുലേറ്റീവ്, ഫിക്ഷൻ എന്ന ജേണറിൻ്റെ സബ് ജോണേഴ്സ് ഒരു 10 സബ് ജോണേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് ഫസ്റ്റ് വീഡിയോ. സോ സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റീം പങ്കിനെ കുറിച്ചാണ്. സ്റ്റീം പങ്കിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് വിക്ടോറിയൻ എറയെ കുറിച്ച് അറിയണം. സോ 1837 തൊട്ട് 1907 വരെ ക്വീൻ വിക്ടോറിയ ഭരിച്ചിരുന്ന കാലഘട്ടമായിരുന്നു ആക്ച്വലി വിക്ടോറിയൻ എറ. അതുമാത്രമല്ല, ആ കാലഘട്ടത്തിലെ ആർക്കിടെക്ചേഴ്സും കൾച്ചറൽ ആയിട്ടുള്ളതും പെയിൻറ്റിങ്സും എല്ലാ ഐറ്റംസിനും ഉണ്ടായിരുന്ന ഒരു 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 ബ്യൂട്ടി ഉണ്ട്, ഒരു ഡിസ്റ്റിങ് സ്റ്റൈൽ ഉണ്ടായിരുന്നു എല്ലാ ആർക്കിടെക്ചേഴ്സിനും, എല്ലാ തരം കൾച്ചേഴ്സിനും. സോ ആ സ്റ്റൈലിനെയാണ് നമ്മൾ ആക്ച്വലി വിക്ടോറിയൻ എറ എന്ന് മെയിൻലി പറയുന്നത്. സോ അത് കേരള സൈഡ് ഉണ്ട്, ബട്ട് സ്റ്റിൽ സോ അവർ ഫോക്കസ് ഓൺ ദിസ്. സോ അതിനാണ് നമ്മൾ വിക്ടോറിയൻ എറ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ജോണറെ സ്റ്റാർട്ടിങ് എവിടെയാണെന്ന് ചോദിച്ചാൽ, വിക്ടോറിയൻ എറയുടെ ടൈമിൽ തന്നെ ജീവിച്ചിരുന്ന ഓതേഴ്സ് ആയിട്ടുള്ള ജൂൾസ് വെർണെ ആൻഡ് H.W. വെൽസ് എന്ന് പറയുന്ന 2 ഓതേഴ്സിൻ്റെ റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇമാജിനേറ്റീവ് നോവൽസിൽ നിന്നാണ് ആക്ച്വലി ഈ ഒരു കോൺസെപ്റ്റ് തന്നെ ക്രിയേറ്റ് ആയിട്ടുള്ളത്. സോ ആ ടൈം വരെ ഇതിന് സ്റ്റീം പങ്ക് എന്നുള്ളൊരു പേര് വന്നിട്ടില്ല. സോ ഈ പേര് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ 1987 ഓതർ KW ജേറ്റർ എന്ന ഓതർ ആളുടെ പുതിയ നോവലായിട്ടുള്ള ഇൻഫെർണൽ ഡിവൈസസ് എന്ന നോവലിന് വേണ്ടി ആളൊരു ലെറ്റർ എഴുതിയിരുന്നു. സോ ആ ലെറ്റർ ഇങ്ങനെയാണ്: പേഴ്സണലി ഐ തിങ്ക് വിക്ടോറിയൻ ഫാൻറ്റസീസ് ആർ ഗോയിങ് ടു ബി ദ നെക്സ്റ്റ് ബിഗ് തിങ് ആസ് ലോങ് ആസ് we can come up with fitting collective terms for powers. Blaylock and myself, something based on appropriate technology of that era, like steampunks perhaps. So steampunks ആക്ച്വലി ആള് കളിയാക്കുന്നതാണ്. മീൻസ് 80s ആ ടൈമിൽ ഉണ്ടായിരുന്ന ഏറ്റവും പീക്കായിട്ടുണ്ടായിരുന്ന ഒരു ജനറയായിരുന്നു സൈബർ പങ്ക്. സോ സൈബർ പങ്കിനെ കളിയാക്കി ആൾ പറഞ്ഞതാണ്, ബട്ട് ദ വേർഡ് സ്റ്റേഡ്. സ്റ്റീം പങ്ക് എന്ന് പറയുന്ന വേർഡ് അവിടെ സ്റ്റേ ആയി. അങ്ങനെ ഇത് 20th സെഞ്ചുറിയിൽ വന്നപ്പോൾ ഈ സെയിം കോൺസെപ്റ്റ് ആക്ച്വലി ഒന്ന് ഡെവലപ്പായി. സ്റ്റീം ആൻഡ് എൻജിൻ പ്ലസ് ആ വിക്ടോറിയൻ എറയിലെ ആർക്കിടെക്ചേഴ്സും, സോ ഇതെല്ലാം മിക്സ് ആയിക്കൊണ്ട് ഉണ്ടായ ഒരു ജനറാണ് ആക്ച്വലി സ്റ്റീം പങ്ക് എന്ന് പറയുന്നത്. ഇത് ഇത്രയും പോപ്പുലാരിറ്റി വരാൻ കാരണം അഫ്കോഴ്സ് മൊബൈൽ ഫോൺസ് ആണ്. ഒരു കാലഘട്ടം വരെ ഈ ജോണറിൽ അധികം ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, അൺടിൽ സ്റ്റീവ് ജോബ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഐഫോൺ. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ആഫ്റ്റർ ദാറ്റ് വി സീ ഓൺ ദാറ്റ് എവറിത്തിങ് ബിക്കമിങ് സോ മിനിമലിസ്റ്റിക്, ഭയങ്കര ലൈഫ്ലെസ് ആയിട്ടുള്ള, ഭയങ്കര ലൈഫില്ലാത്ത, ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ട്, ഭയങ്കര ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈൻ സ്റ്റൈല് ആഫ്റ്ററാണ് വന്നത്. ബട്ട് ഇതിന് ടോട്ടലി ഓപ്പോസിറ്റാണ് സ്റ്റീം പങ്ക്സ്. ആക്ച്വലി ഇറ്റ്സ് ഓൾ അബൌട്ട് ഡീറ്റെയിൽ ഇൻ സ്റ്റീം പങ്ക്സ്. ഡീറ്റെയിലിങ്, മൂവിങ് പാർട്സ്, അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ്, ഡിസൈൻസ്, അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈൻസ്. സോ ആക്ച്വലി യു ലവ് യുവർ ഡിസൈൻ, ബട്ട് ലുക്ക് അറ്റ് ദിസ്. ഇതിനെ നോക്കി, ഇത് ഭയങ്കര ലൈഫ്ലെസ് ആണ്. ആക്ച്വലി ഇതിൻ്റെ മെയിൻ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ, യു ഷുഡ് നോട്ട് ലവ് യുവർ ഡിവൈസ്. അതാണ്. മീൻസ് ഇറ്റ്സ് എ പ്ലാൻഡ് ഒബ്സൊലൻസ് ടു ബി ഡൺ. സോ ഇത് ജസ്റ്റ് യൂസ് ചെയ്യാത്രോ. നമ്മൾ നമ്മുടെ ഡിവൈസിൽ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അടുത്ത സീക്കൽ വാങ്ങത്തില്ല. സോ അത് തന്നെയാണ് ഇവരുടെ മെയിൻ ഐഡിയ എന്നതും. യു ഷുഡ് നോട്ട് ലവ് യുവർ ഡിവൈസ്. അതിന് ടോട്ടലി ഓപ്പോസിറ്റാണ് സ്റ്റീം പങ്ക്സിൽ വരും. സ്റ്റീം പങ്ക്സ് നാളെ കാലഘട്ടത്തിന് എടുത്ത് പറയുമ്പോൾ തന്നെ എക്സ്പ്ലോയിറ്റേഷൻ ആണ് മെയിൻലി. മീൻസ് exploitation of nature, exploitation of women by men, exploitation of poor by rich. And മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് ദ ഗോൾഡൻ എറ ഫോർ പേട്രിയാർക്കീസ്, കോളനൈസേഷൻ ആൻഡ് റേസിസം. ഇതൊക്കെ എടുത്ത് പറയേണ്ടി വരും ആ കാലഘട്ടം, ആ ജനറൽ നമ്മൾ പറയുമ്പോൾ. സോ ഇതാണ് സ്റ്റീം പങ്ക്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.